ഹായ് എവരിവൺ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ തേർഡ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ ട്രെയിനിങ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ബികോം സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു പദമാണ് ട്രെയിനിങ് എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാരനാണെങ്കിലോ അവന് പ്രാക്ടീസിന് മുമ്പ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയും. അപ്പോൾ ഓരോ കാര്യത്തിനും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ട്രെയിനിങ്. എന്താണ് ട്രെയിനിങ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. നമ്മൾക്കറിയാം, ട്രെയിനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ നോളജ് ആൻഡ് സ്കിൽസ് ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ജോബ്. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോളജ്, നമ്മളുടെ അറിവ്, അതേപോലെ തന്നെ നമ്മളുടെ സ്കില്ല് എല്ലാം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രോസസ്സാണ്. ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ, ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ലെവലിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നൽകുന്നത്. ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന് അതിലുള്ള അറിവ്, നോളജ്, അത് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ്, അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണ്, അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രെയിനിങ് എന്ന് പറയുന്നത്. ട്രെയിനിങ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോഗ്രാം ഓഫ് ദി ഓർഗനൈസേഷൻ വിച്ച് എയിം ടു ഇൻക്രീസിങ് ദ ആപ്റ്റിറ്റ്യൂഡ്, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഓഫ് ദ വർക്കേഴ്സ് ടു പെർഫോം. ഒരു സ്പെസിഫിക് ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനുള്ളിലുള്ള എംപ്ലോയീസിൻ്റെ നോളജും എബിലിറ്റിയും എല്ലാം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി എഡ്വിൻ ബി ഫ്ലിപ്പോ ട്രെയിനിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ട്രെയിനിങ് ഈസ് ദ ആക്ട് ഓഫ് ഇൻക്രീസിങ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി ഫോർ എ പെർട്ടിക്കുലർ ജോബ്. അതായത് ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയിയെ ട്രെയിൻ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ നോളജും സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മൾ കൂടുതലായിട്ട് ഒരേ ടൈമിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. പലപ്പോഴും എന്താ പറയുക, ഡെവലപ്മെൻറ്റ് ഒരു ട്രെയിനിങ്ങിൻ്റെ വേറൊരു വേർഡായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ തെറ്റാണ്. ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. ഇനി അതിനെക്കുറിച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇറ്റ് ഈസ് ആൻ എനി അറ്റംപ്റ്റ് ടു ഇംപ്രൂവ് കറൻറ്റ് ഓർ ഫ്യൂച്ചർ എംപ്ലോയി പെർഫോമൻസ് ബൈ ഇൻക്രീസിങ് ആൻ എംപ്ലോയീസ് എബിലിറ്റി ടു perform through learning, usually by changing the employee's attitude for increasing his or her skills and knowledge. ഒരു ഓർഗനൈസേഷനുള്ളിലുള്ള എംപ്ലോയിയുടെ സ്കിൽസും നോളജും എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു പെർട്ടിക്കുലർ ജോബ്, ഒരു ജോബ്, അതായത് ഓവറോൾ ഡെവലപ്മെൻ്റ് അല്ലാത്ത ഒരു ഓർഗനൈസേഷനുള്ളിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓവറോൾ ഇതിന് വേണ്ടിയിട്ട്, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിൽ, അദ്ദേഹത്തിൻ്റെ വർക്ക് ലൈഫിൽ എല്ലാത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കീ ഏരിയാസ് ഓഫ് ട്രെയിനിങ് ആക്ടിവിറ്റി. എന്തൊക്കെയാണ് ട്രെയിനിങ് ആക്ടിവിറ്റീസിൻ്റെ കീ ഏരിയാസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നീഡ്സ്. ഒരു എംപ്ലോയി എവിടെയാണ് ഓർഗനൈസേഷനിൽ ഏത് പ്രോസസ്സ് ചെയ്യാനാണ്, ഏത് എംപ്ലോയിക്കാണ് ട്രെയിനിങ് നീഡ് ആവശ്യമുള്ളത്, ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റ് പ്രോസസ്സും ആവശ്യമുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. നെക്സ്റ്റ് ഇസ് ഈ പ്രൊവിഷൻ ഓഫ് ട്രെയിനിങ് സ്കീംസ് ഫോർ ഗ്രൂപ്പ്സ് വിത്ത് കോമൺ നീഡ്സ്. അതായത് ഗ്രൂപ്പ് നീഡിൻ്റെ കൂടെ തന്നെ കോമൺ നീഡിനും പ്രൊവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ആ ഒരു സ്കീം, ട്രെയിനിങ് സ്കീം പ്രൊവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രൊവിഷൻ ഓഫ് ഇൻറ്റേർണൽ ട്രെയിനിങ് കോഴ്സസ്, ഇൻറ്റേർണൽ ട്രെയിനിങ് കോഴ്സും പ്രൊവിഷൻ ചെയ്യുക. നെക്സ്റ്റ് ഇസ് അസസ്മെൻറ്റ് ഓഫ് എക്സ്റ്റേണൽ ട്രെയിനിങ് ഫെസിലിറ്റീസ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള, അപ്പോൾ നമ്മളുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ എംപ്ലോയീസിന് വേണ്ട ട്രെയിനിങ് എക്സ്റ്റേണൽ പാർട്ടീസ് എങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ദ ഇവാലുവേഷൻ ഓഫ് ട്രെയിനിങ് ആക്ടിവിറ്റീസ്. നമ്മളിതെല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ട്രെയിനിങ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ മാനേജ്മെൻറ്റ് ഓഫ് ട്രെയിനിങ് സ്റ്റാഫ്, ട്രെയിനിങ് സ്റ്റാഫിനെ മാനേജ് ചെയ്യുക എന്നുള്ളത്.
നെക്സ്റ്റ് ഇസ് നീഡ് ഫോർ ട്രെയിനിങ്. എന്തൊക്കെയാണ് ട്രെയിനിങ്ങിൻ്റെ നീഡ്സ്, അല്ലെങ്കിൽ എന്താണ് ട്രെയിനിങ് ഓഫ് ആൻ എംപ്ലോയി ഈസ് എസെൻഷ്യൽ ബിക്കോസ് വർക്ക് ഫോഴ്സ് ഈസ് ഇൻവാല്യുബിൾ അസറ്റ് ടു ആൻ ഓർഗനൈസേഷൻ. നമ്മൾ ട്രെയിനിങ് ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു എംപ്ലോയിയുടെ അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് എബിലിറ്റിയെ സംബന്ധിച്ചിരിക്കുമ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ നമുക്ക് അളക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? എംപ്ലോയീസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ നീഡ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ന്യൂലി അപ്പോയിൻറ്റഡ് പേഴ്സൺ. നമുക്കറിയാം ആർക്കൊക്കെയാണ് ഈ ട്രെയിനിങ് ആവശ്യമെന്നുള്ളതാണ്. അപ്പോൾ പുതുതായിട്ട് ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺസിന് ട്രെയിനിങ് ആവശ്യമാണ്. ആഫ്റ്റർ പേഴ്സൺ ഈസ് സെലക്റ്റഡ് ആൻഡ് അപ്പോയിൻറ്റഡ് ടു ദ പൊസിഷൻ ഓർ ജോബ് വിച്ച് വാസ് സെലക്റ്റഡ്, ദ നെക്സ്റ്റ് ടാസ്ക് ഈസ് ടു സീ ദ അഡ്ജസ്റ്റ് ഹിംസെൽഫ് ഇൻ ദ ജോബ് ക്വിക്ക്ലി ആസ് പോസിബിൾ. നമ്മുടെ ജോബിന് വേണ്ടിയിട്ടുള്ള സ്കിൽസും നോളജ് അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നെക്സ്റ്റ് ഇസ് എക്സിസ്റ്റിംഗ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസ്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ട്രെയിനിങ് എടുക്കുക. അതെന്തിനായിരിക്കും? നമ്മുടെ പ്രൊഡക്ഷനിൽ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവർക്ക് കൂടുതലായിട്ടുണ്ടാകുന്നത് ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാവേണ്ട അവരെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം, അവർക്കൊക്കെ ട്രെയിനിങ് ആവശ്യമാണ്. നെക്സ്റ്റ് ഇസ് ടെക്നോളജിക്കൽ ചേഞ്ച്. നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ, ഓർഗനൈസേഷൻ്റെ നിലവിലുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും ടെക്നിക്കൽ അപ്ഡേറ്റ് അല്ലെങ്കിൽ ടെക്നോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ട്രെയിനിങ് ആവശ്യമാണ്. നെക്സ്റ്റ് ഈസ് എൻവിയോൺമെൻറ്റൽ ചേഞ്ച്. ബിസിനസ് എൻവിയോൺമെൻറ്റൽ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട്, ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് അറിയാം ബിസിനസ്സിൽ ഒരുപാട് ചേഞ്ചുകൾ വന്നു. അതോടൊപ്പം തന്നെ നമ്മൾക്ക് നമ്മുടെ ഓർഗനൈസേഷന് കോമ്പറ്റീറ്ററോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? നിലവിലുള്ള വർക്കേഴ്സിന്, എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻറ്റേർണൽ മൊബിലിറ്റി എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇൻറ്റേർണൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനുള്ളിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് മാറുന്നതിനാണ് ഇൻറ്റേർണൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് മറ്റൊരു ജോബിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ട്രെയിനിങ് നൽകുക. നെക്സ്റ്റ് പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രൊഡക്ഷൻ കുറയുക അല്ലെങ്കിൽ എന്താ ഡാമേജസ് വരിക, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ട്രെയിനിങ് എന്താണ് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു ട്രെയിനിങ് നീഡ്സ് അസസ്മെൻറ്റ്. ട്രെയിനിങ്ങിൻ്റെ നീഡ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് അപ്രോച്ചസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എ ട്രെയിനിങ് നീഡ് എക്സിസ്റ്റ് വെൻ ആൻ എംപ്ലോയി ലാക്ക് ദ നോളജ് ഓർ സ്കിൽ ടു പെർഫോം അസൈൻഡ് ടാസ്ക് സാറ്റിസ്ഫാക്ടറിലി. അതായത് നമുക്കറിയാം നമ്മൾ ഒരു എംപ്ലോയീസിന് ടാസ്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യുന്നതിൽ തോറ്റുപോവുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യാതിരിക്കാൻ സാധിക്കുക, അദ്ദേഹത്തിന് അത് ആ ഒരു ടാസ്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അതിലുള്ള നോളജ് സ്കില്ലും ഇല്ല എന്ന് നമുക്ക് ഒരു ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റിന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം അതായത് ആ ഒരു എംപ്ലോയി ഒരു സാറ്റിസ്ഫാക്ടറി മാനറിൽ അദ്ദേഹത്തിന് അസൈൻ ചെയ്തിട്ടുള്ള ജോബ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ട്രെയിനിങ് എന്താണ് അത്യാവശ്യമാണ്. ഇറ്റ് അറൈസസ് when there is a variation between what the employee is expected to do on the job and what the actual job performance. നമ്മൾ ഓരോ ഓർഗനൈസേഷനിലും അദ്ദേഹത്തിന് ഓരോ എംപ്ലോയിക്കും ജോബ് അസൈൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. പക്ഷേ അത് എല്ലായ്പ്പോഴും ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും അദ്ദേഹത്തിന് നമ്മൾ മുമ്പേ സെറ്റ് ചെയ്തുള്ള പെർഫോമൻസും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് കുറവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് അത്യന്താപേക്ഷിതമാണെന്ന് നമ്മൾക്ക് പറയേണ്ടിയിരിക്കുന്നു. നെക്സ്റ്റ് എന്തൊക്കെയാണ് മെയിൻ അപ്രോച്ചസ്? സർവേ ആണ് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് അപ്രോച്ചസിൽ ഫസ്റ്റ് വൺ സർവേ എന്ന് പറഞ്ഞാൽ സർവേ എമംഗ് ദ പൊട്ടൻഷ്യൽ ട്രെയിനീസ് ഈസ് കണ്ടക്റ്റഡ് ടു ഐഡൻറ്റിഫൈ സ്പെസിഫിക് ടോപ്പിക്സ് അബൌട്ട് വിച്ച് ദേ വാണ്ട് ടു ലേൺ മോർ. അതായത് നമ്മളെ എംപ്ലോയീസിൻ്റെ അടുക്ക് സർവേ നടത്തും. എന്നിട്ട് അവർക്ക് ഏത് ടോപ്പിക്കിലാണ് അല്ലെങ്കിൽ ഏത് ജോലി ചെയ്യുമ്പോഴാണ് അവർക്ക് ട്രെയിനിങ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമ്മളെന്ത് ചെയ്യും? സർവേ നടത്തിയിട്ട് അതിൽ നിന്ന് നമ്മളെന്ത് ചെയ്യും? ട്രെയിനിങ് നീഡ് അസസ് ചെയ്യും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഗ്രൂപ്പ് റെക്കമെൻഡേഷൻ.
The group expertise may be tapped through a group discussion, a questionnaire, to Delphi procedure or nominal group meeting. അതായത് ഗ്രൂപ്പ് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഗ്രൂപ്പിൻ്റെ തലവൻ നമ്മൾക്ക് ഓർഗനൈസേഷന് സജസ്റ്റ് ചെയ്യും ഇവർക്ക് ഇന്ന മേഖലയിൽ ട്രെയിനിങ് അത്യാവശ്യമാണ് എന്നുള്ളത്. നെക്സ്റ്റ് ഇസ് ടാസ്ക് ഐഡൻറ്റിഫിക്കേഷൻ. The job description is evaluated to identify that salient task to the job requires. Once trainers have understand all those tasks, specific plans are developed to provide the necessary training. അതായത് ടാസ്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ടാസ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് ട്രെയിനീസ് എന്ത് ചെയ്യും, ട്രെയിനിങ്ങിൻ്റെ വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കും. നെക്സ്റ്റ് HR വീക്ക്നെസ്. The weakness among human resource activities like inappropriate placement, orientation, selection. അതായത് HR വീക്ക്നെസ് ഉണ്ടെങ്കിലും നമ്മൾ ഓർഗനൈസേഷൻ്റെ ട്രെയിനിങ് HR എക്സിക്യൂട്ടീവ്സിൻ്റെ അടുത്തുനിന്ന് വരുന്ന സെലക്ഷൻ പ്രോസസ്സ്, അതേപോലെ തന്നെ റിക്രൂട്ടിങ് സമയത്ത് റിക്രൂട്ട് ചെയ്യാതിരിക്കുക, വർക്കേഴ്സിൽ ലാഗിങ് വരിക, അതേപോലെ തന്നെ അവർക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഓറിയൻറ്റേഷനിൽ തെറ്റ് വരിക, ഇത്രയും കാര്യങ്ങളിലൊക്കെ HR വീക്ക്നെസ് സംഭവിക്കുമ്പോൾ, ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസിൽ ഓർഗനൈസേഷനിൽ വീക്ക്നെസ് സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ട്രെയിനിങ് നീഡ് ഉണ്ട് എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് ഇസ് അതർ സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ. അതായത് നമ്മുടെ റിവ്യൂ ചെയ്യുമ്പോൾ, നമ്മുടെ ജോബ് പെർഫോമൻസ് അപ്രൈസൽ നടത്തുമ്പോൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ റിപ്പോർട്ടിൽ നിന്ന് ഇപ്പോൾ പ്രൊഡക്ഷൻ കുറയുക, പ്രൊഡക്ഷൻ ക്വാളിറ്റി, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുക, അതേപോലെ തന്നെ ഡിമാൻഡ് കുറയുക, ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഓർഗനൈസേഷന് തീരുമാനം എടുക്കാറുണ്ട് ട്രെയിനിങ്ങിൻ്റെ കുറവുണ്ടാവാറുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് സൂപ്പർവൈസേഴ്സ് ആൻഡ് സെൽഫ് നോമിനേഷൻസ്. അതായത് നമ്മുടെ സൂപ്പർവൈസേഴ്സ് തൻ്റെ കീഴിലുള്ള ജോലിക്കാരുടെ, എംപ്ലോയീസിൻ്റെ, തൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റ്സിൻ്റെ വർക്കിൽ അവർ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാറുണ്ട്, റെക്കമെൻഡ് ചെയ്യാറുണ്ട് എംപ്ലോയി നീഡ് ട്രെയിനിങ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ്. എന്തൊക്കെയാണ് ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് നോക്കാം. എൻഹാൻസ് ദ നോളജ് ഓഫ് ദ വർക്കേഴ്സ് ഇൻ ഡൂയിങ് എക്സാക്ട് ജോബ്. ഒരു ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അത്യാവശ്യമായിട്ടുള്ള നോളജ് കൊടുക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്. ടു ഇമ്പാർട്ട് ന്യൂ സ്കിൽസ് എമംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ അടുക്ക് പുതിയ സ്കില്ലുകൾ, ആ ഒരു ജോബ് നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പുതുതായിട്ട് സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഉള്ള സ്കില്ലിനെ സ്പീഡാക്കുക, വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ടു മേക്ക് ചേഞ്ചസ് ഇൻ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് എംപ്ലോയീസ് ടുവേർഡ്സ് ദെയർ കോവർക്കേഴ്സ്, സൂപ്പർവൈസേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള നമ്മുടെ വർക്കേഴ്സിൻ്റെ, നമ്മളെ എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. കോവർക്കേഴ്സിനോടായാലും ഓർഗനൈസേഷനുള്ളിൽ കംപ്ലീറ്റ് ആയാലും സൂപ്പർവൈസേഴ്സിനായാലും അവരുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തുക. ഹെൽപ്പ് എംപ്ലോയീസ് ടു ഫങ്ഷൻ മോർ എഫക്റ്റീവ്ലി ഇൻ ദെയർ എക്സിസ്റ്റിംഗ് പൊസിഷൻ. അവരുടെ പൊസിഷനിൽ അവരുടെ ടാസ്ക് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഓവറോൾ ഓർഗനൈസേഷൻ്റെ ഓവറോൾ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇസ് ടു ഡെവലപ്പ് ഹയർ സ്കിൽസ് എമംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ വലിയ സ്കില്ല്, അതായത് പുതിയ പുതിയ സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന്, വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഇസ് സിഗ്നിഫിക്കൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ്. എന്തൊക്കെയാണ് ട്രെയിനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് പ്രോഡക്റ്റിവിറ്റി. അതായത് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയും പ്രോഡക്റ്റിവിറ്റിയും എന്ത് ചെയ്യും, കൂട്ടും എന്നുള്ളതാണ്. എലിമിനേഷൻ ഓഫ് വേസ്റ്റേജ്. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള, നല്ല സ്കിൽഡ് ആയിട്ടുള്ള, നല്ല നോളജ് ഉള്ള വർക്കേഴ്സ് വേസ്റ്റേജ് കുറക്കും എന്നുള്ളതാണ്. ലെസ് ലേണിംഗ് കോസ്റ്റ് ആൻഡ് പീരീഡ്. അതായത് ട്രെയിനിങ് നൽകുന്നതിലൂടെ, അവർക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ട്രെയിനിങ് നൽകുന്നതിലൂടെ ലേണിംഗ് കോസ്റ്റും പീരീഡും, അവർ ആ ഒരു വർക്കിന് സ്പീഡായിട്ട് വരുന്ന ആ ഒരു ടൈം കുറയ്ക്കാൻ പറ്റും. ലെസ് സൂപ്പർവിഷൻ. ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവിഷൻ, അവരെ മേൽനോട്ടത്തിനുള്ളത് കുറയ്ക്കും എന്നുള്ളതാണ്. ഹയർ എംപ്ലോയി മൊറൈൽ.
അല്ലേ? നമ്മൾക്കറിയാം പ്രോപ്പർ ട്രെയിനിങ് ഹെൽപ്സ് ടു ഡെവലപ്പ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് എമംഗ് എംപ്ലോയീസ്. നല്ല ട്രെയിനിങ്, നല്ല രീതിയിലുള്ള ട്രെയിനിങ് നമ്മുടെ എംപ്ലോയീസിന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യും, പോസിറ്റീവായിട്ട് നല്ല രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ജോബിനോടുള്ള, അവർക്ക് എപ്പോഴും അവരുടെ ടാസ്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളത്, സൂപ്പർവൈസേഴ്സിനായിട്ട് കൊളീഗ്സിനായിട്ട് നല്ല രീതിയിലുള്ള പെരുമാറ്റം എല്ലാം നമ്മൾക്ക് പ്രതികരണം. റിഡക്ഷൻ ഇൻ എംപ്ലോയീസ് ഗ്രീവൻസസ്, എംപ്ലോയീസിൻ്റെ പരാതിയിൽ വലിയൊരു എന്ത് ചെയ്യാൻ പറ്റും, റിഡക്ഷൻ, അവർക്ക് കൂടുതൽ പരാതി ഇല്ലാതെ പോകാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ട്രെയിനിങ് പ്രോസസ്സ്. എന്തൊക്കെയാണ് ട്രെയിനിങ്ങിൻ്റെ പ്രോസസ്സ്? അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വൈസ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഈസ് അസസ്മെൻറ്റ് ഓഫ് ട്രെയിനിങ് നീഡ്. ട്രെയിനിങ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നമ്മൾ 3 തരത്തിലാണ് ചെയ്യുന്നത്. ഓർഗനൈസേഷണൽ അനാലിസിസ് നടത്തും, ഓപ്പറേഷണൽ അനാലിസിസ്, മാൻ അനാലിസിസ്. ഈ 3 പ്രോസസ്സിലൂടെ ട്രെയിനിങ് നീഡ് അസസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് ട്രെയിനിങ് ഇപ്പോൾ ഓർഗനൈസേഷനിൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. അതായത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത്. ഡിസൈനിങ് ട്രെയിനിങ് പോളിസി, ട്രെയിനിങ് പോളിസി സെറ്റ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. അതായത് ട്രെയിനിങ് പോളിസിയിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് റിസൾട്ട്, നമ്മൾ ഏത് തരത്തിലുള്ള റിസൾട്ടാണ് ട്രെയിനിങ്ങിന് ശേഷം എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ടൈപ്പ് ഓഫ് ട്രെയിനിങ് നീഡ്, ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ടൈം ആൻഡ് പ്ലേസ് ഓഫ് ട്രെയിനിങ്, എവിടെ വെച്ചാണ് ട്രെയിനിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ദിവസമാണ് അല്ലെങ്കിൽ ഏത് പീരീഡ് ഓഫ് ടൈമാണ്, ട്രെയിനിങ് പ്രയോറിറ്റീസ്, ഇത്രയും കാര്യങ്ങളെല്ലാം ട്രെയിനിങ് പോളിസിയിൽ ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ് ഈസ് ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാമിനെ നമ്മൾ ടൈപ്പ് ഒക്കെ നിശ്ചയിച്ചു, അത് എല്ലാം പോളിസിയിൽ ഒരു ഡോക്യുമെൻ്റായിട്ട് ചെയ്തതിന് ശേഷം ട്രെയിനിങ് പ്രോഗ്രാമിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ഫിക്സിങ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ട്രെയിനിങ്. എന്തൊക്കെയാണ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതേപോലെ തന്നെ സൂപ്പർവൈസേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ട്രെയിനേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ട്രെയിനീസിൻ്റെ ഇതെല്ലാം റെസ്പോൺസിബിലിറ്റി ഓഫ് ട്രെയിനിങ് ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് ട്രെയിനീസിനെ സെലക്ട് ചെയ്യാം, ആർക്കൊക്കെയാണ് ട്രെയിനിങ് വേണ്ടത് എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ട്രെയിനിങ്, പ്രിപ്പറേഷൻ ഓഫ് ദ ട്രെയിനർ, പ്രിപ്പറേഷൻ ഓഫ് ദ ട്രെയിനീസ്. പ്രിപ്പറേഷൻ ഓഫ് ദ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനേഴ്സും പ്രിപ്പയർ ചെയ്യുക, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ട്രെയിനീസും പ്രിപ്പയർ ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് ആ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. നെക്സ്റ്റ് ഇസ് സെലക്ഷൻ ഓഫ് ട്രെയിനിങ് മെത്തേഡ്. ഏത് മെത്തേഡിലാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്, ഓൺ ദ ജോബാണോ ഓഫ് ദ ജോബാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡിസൈൻ ദ ട്രെയിനിങ് കോഴ്സ് ഡിസൈൻ ചെയ്യുക. റൂൾസ് ഓഫ് കണ്ടക്റ്റിംഗ് ട്രെയിനിങ്, എന്തൊക്കെയാണ് റൂൾസ് എന്നുള്ളത്, അതായത് ടൈം ടേബിൾ, പേഴ്സണൽ അറ്റൻഷൻ, വർക്ക് ടൈമിംഗ്, എംപ്ലോയ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ, ആ ഒരു ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സിലോട്ടെത്തി നമ്മൾ റൂൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം എക്സാമിൻ ചെയ്യുക, പ്രസൻറ്റേഷൻ ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ആ ഒരു സ്റ്റേജിലെത്തി. 12ാമത്തെ സ്റ്റെപ്പ് എക്സാമിനേഷൻ ഓഫ് ദ പെർഫോമൻസ്, അതായത് നമ്മളുടെ പെർഫോമൻസ് എക്സാമിൻ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞു അല്ലേ, നമ്മൾക്ക് ട്രെയിനിങ് കിട്ടി. 11ാമത്തെ സ്റ്റേജിൽ നമുക്ക് പ്രസൻറ്റേഷൻ, നമ്മൾക്ക് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞു. 12ാമത്തെ സ്റ്റേജിൽ നമ്മൾ ആ ഒരു ട്രെയിനിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്ത്, ഓർഗനൈസേഷൻ ഇവാലുവേറ്റ് ചെയ്ത് ട്രെയിനിങ് നൽകിയത് കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾക്ക് കിട്ടി. നെക്സ്റ്റ് 13ാമത് ഫോളോ അപ്പാണ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് ട്രെയിനിങ്. ഏതൊക്കെ തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണുള്ളത്? ഫസ്റ്റ് വൺ ഈസ് ഓറിയൻറ്റേഷൻ ട്രെയിനിങ്, ജോബ് ട്രെയിനിങ്, ക്രാഫ്റ്റ് ട്രെയിനിങ്, സേഫ്റ്റി ട്രെയിനിങ്, പ്രൊമോഷണൽ ട്രെയിനിങ്, റിഫ്രഷർ ട്രെയിനിങ്, റെമഡിയൽ ട്രെയിനിങ്. ഇത്ര 7 തരത്തിലാണ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഓറിയൻറ്റേഷൻ ട്രെയിനിങ്. എന്താണ് ഓറിയൻറ്റേഷൻ ട്രെയിനിങ് എന്ന് നോക്കാം. ഓറിയൻറ്റേഷൻ ട്രെയിനിങ് എന്നാൽ ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് പ്രൊവൈഡഡ് ടു ന്യൂ എൻട്രൻസ് or employees. A new employee is to be introduced in the organization. The information about the location of various departmental offices, cafeteria and other facilities to given up. അതായത്
ഓറിയൻറ്റേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരാൾക്ക് കൊടുക്കുന്നതാണ് ഓറിയൻറ്റേഷൻ. അതിൽ പ്രധാനമായിട്ടും ഓർഗനൈസേഷൻ്റെ ഓവറോൾ സ്ട്രക്ചറിനെ കുറിച്ച്, ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് ടൈമിനെ കുറിച്ച്, ഓർഗനൈസേഷൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതിനെ കുറിച്ച്, ഓർഗനൈസേഷൻ്റെ കഫ്റ്റീരിയ എവിടെ സ്ഥിതി ചെയ്യുന്നു, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എവിടെയൊക്കെയാണ്, ഓഫീസസുകൾ എവിടെയൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളെയൊക്കെ കുറിച്ച് ഓർഗനൈസേഷനെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള അറിവ് എംപ്ലോയീസിന് നൽകുന്നതാണ് ഓറിയൻറ്റേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ജോബ് ട്രെയിനിങ്. This type of training is provided to increase the knowledge and skills for improving the performance of the job. ഒരു ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസും നോളജും കൊടുക്കുന്നതിനെയാണ് ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ക്രാഫ്റ്റ് ട്രെയിനിങ്. Training is given to employees in the different craft by an experienced craftsman. The learning period is comparatively higher. Apprenticeship training is one of the method. അതായത് ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയർ മാത്രം നമ്മൾക്ക് ഡിഫറെൻറ്റ് ക്രാഫ്റ്റ്സ് ബൈ ആൻ എക്സ്പീരിയൻസ്ഡ് ഒരു ക്രാഫ്റ്റ് മാന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ് മാനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിനെയാണ് ക്രാഫ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും ദൈർഘ്യമേറിയ ഒരു ട്രെയിനിങ്ങിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് ക്രാഫ്റ്റ് ട്രെയിനിങ്. അതിൽ കൂടുതലായിട്ട് അപ്രൻറ്റിസ്ഷിപ്പാണ് ട്രെയിനിങ്ങിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സേഫ്റ്റി ട്രെയിനിങ്. പ്രൊവൈഡ് മിനിമൈസ് നമ്മുടെ ആക്സിഡൻറ്റുകൾ ഓർഗനൈസേഷനുള്ളിൽ തന്നെ ആക്സിഡൻറ്റുകൾ കുറയ്ക്കാനായിട്ട് നമ്മൾക്ക് തരുന്ന ട്രെയിനിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത് സേഫ്റ്റി ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൊമോഷണൽ ട്രെയിനിങ്. ട്രെയിനിങ് ഈസ് പ്രൊവൈഡഡ് ടു എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ടു എനേബിൾ ദം ടു ഒക്യുപ്പൈ ഹയർ പോസ്റ്റ്. പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ആർ സെലക്റ്റഡ് ആൻഡ് ദേ ഗിവ് ട്രെയിനിങ് ബിഫോർ ഗിവ് പ്രൊമോഷൻ. അതായത് പ്രൊമോഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പോസ്റ്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങാണ്, ഹയർ പോസ്റ്റിലോട്ട്. അതിനെയാണ് പ്രൊമോഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. റിഫ്രഷർ ട്രെയിനിങ്. വൈഡ് ആൻഡ് ക്വിക്ക് ചേഞ്ചസ് ആർ അക്വയറിങ് ഇൻ ദ ഫീൽഡ് ഓഫ് ടെക്നോളജി. റിഫ്രഷർ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിയിൽ വരുന്ന വലിയ മാറ്റങ്ങൾക്കനുസൃതമായിട്ട് നമ്മൾ ഓർഗനൈസേഷനുള്ളിലുള്ള എംപ്ലോയീസിനെ മാറ്റുന്നതിനാണ് റിഫ്രഷർ ട്രെയിനിങ് എന്ന് പറയുന്നത്. റെമഡിയൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച് ടു ഓവർകം എ ഷോർട്ട് കമ്മിങ് ഇൻ ദ ബിഹേവിയർ ആൻഡ് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസിൽ ഷോർട്ട് കമ്മിങ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. എന്തൊക്കെയാണ് ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ്സ്? ഇതുവരെ പറഞ്ഞത് നമ്മൾ ടൈപ്സാണ്. ടൈപ്സിൽ നമ്മൾ പറഞ്ഞത് 7 പോയിൻറ്റുകളാണ്. ഓറിയൻറ്റേഷൻ ട്രെയിനിങ്, ജോബ് ട്രെയിനിങ്, ക്രാഫ്റ്റ് ട്രെയിനിങ്, സേഫ്റ്റി ട്രെയിനിങ്, പ്രൊമോഷണൽ ട്രെയിനിങ്, റിഫ്രഷർ ട്രെയിനിങ്, അതിൻ്റെ റെമഡിയൽ ട്രെയിനിങ്. ഇനി മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് 2 തരത്തിലാണുള്ളത്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബിനുള്ളിൽ, അതായത് നമ്മൾ ഏത് ജോബാണോ ചെയ്യേണ്ടത് ആ ജോബ് നമ്മൾ ചെയ്യാവുന്നതാണ്. ആ ജോബിൽ അത് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ദിസ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ട്രെയിനിങ്. അണ്ടർ ദിസ് മെത്തേഡ് ദ ന്യൂ വർക്കർ ഈസ് പ്ലേസ്ഡ് ഇൻ ഓൺ എ റെഗുലർ ജോബ് ആൻഡ് ട്രെയിനിങ് ഈസ് ഗിവൺ ബൈ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ അറ്റ് ദ വർക്ക് പ്ലേസ് ഇറ്റ് സെൽഫ്. നമ്മുടെ വർക്ക് പ്ലേസിലിട്ട് ആദ്യം തന്നെ നമ്മളെ ജോയിൻ ചെയ്യിപ്പിച്ച് ആ വർക്ക് പ്ലേസിൽ നമ്മൾക്ക് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ തരുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ട് ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ് 3 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കോച്ചിങ് ആണ്. കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസർ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ സബോർഡിനേറ്റ്സിന് ഗൈഡൻസ് നൽകുക എന്നുള്ളതാണ് കോച്ചിങ് എന്ന് പറയുക. അണ്ടർസ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബോർഡിനേറ്റ് ലേൺസ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ഒബ്സർവേഷനിലൂടെയും എക്സ്പീരിയൻസിലൂടെയും സബോർഡിനേറ്റ്സ് പഠിക്കുക എന്നുള്ളതാണ് അണ്ടർസ്റ്റഡി എന്ന് പറയുന്നത്. ജോബ് ഓർ പൊസിഷൻ റൊട്ടേഷൻ. ഓരോ ജോബിൽ നിന്നും മറ്റൊരു ജോബിലേക്ക് മാറ്റി അദ്ദേഹത്തിന് കംപ്ലീറ്റ്ലി ട്രെയിൻ ചെയ്യുന്നതിനെയാണ് ജോബ് പൊസിഷൻ ഓർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് 3 തരത്തിലാണ്: കോച്ചിങ്, അണ്ടർസ്റ്റഡി, ജോബ് ഓർ പൊസിഷൻ റൊട്ടേഷൻ. നെക്സ്റ്റ് ഈസ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. എന്താണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്? അതായത് എല്ലാം ക്ലാസ് റൂം രീതിയിൽ നമ്മൾ ഓൺ ദ ജോബ് പൊസിഷൻ നമ്മൾ ചെയ്യേണ്ട ജോബിലായിരിക്കില്ല ട്രെയിനിങ്, കൂടുതലായിട്ടും ലെക്ചർ രീതിയിലായിരിക്കും ചെയ്യുന്നത്. സ്പെഷ്യൽ കോഴ്സസ്, അതായത്
കോഴ്സസ് പോലെ ഒരു സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ പഠിക്കുന്നത് പോലെ ക്ലാസ് റൂമിൻ്റെ കീഴിൽ നൽകുക. നെക്സ്റ്റ് കോൺഫറൻസസ് അല്ലേ, എംപ്ലോയീസ് ഇൻ ദ സെയിം ഓർഗനൈസേഷൻ ഓർ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ ഒരേ ഓർഗനൈസേഷനിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓർഗനൈസേഷനിലുള്ള ഒരേ തരത്തിൽ ജോലി ചെയ്യേണ്ടവർ ഒരു കോൺഫറൻസ് രൂപത്തിൽ അവർ ട്രെയിൻ ചെയ്യുന്നതാണ് കോൺഫറൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേസ് സ്റ്റഡികൾ നൽകിക്കൊണ്ട്, അതായത് നമ്മൾക്കറിയാം കേസ് സ്റ്റഡികളൊക്കെ നമ്മൾ ഓരോ കേസ് നമ്മൾ ഏത് ജോബിലാണ് ചെയ്യുന്നത് അതിൻ്റെ ഓരോ കേസസ് നമ്മൾക്ക് പഠിക്കാൻ നൽകിയിട്ട് ആ ഒരു കേസ് സ്റ്റഡിക്ക് അനുസൃതമായിട്ട് ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സെമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് റൂം സെക്ഷനോ ഒരു ട്രെയിനറായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഓരോ ട്രെയിനിയും ഓരോ പേപ്പർ പ്രസൻറ്റ് ചെയ്തിട്ട് ട്രെയിനിങ്, അത് ക്ലാസ് റൂം അറിവുകളാണ് കൂടുതലായിട്ടും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ നമ്മൾക്ക് കിട്ടുന്നത്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് നെക്സ്റ്റ് മൂന്നാമതായിട്ട് പറയുന്നത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. ദിസ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ട്രെയിനിങ് വിച്ച് ഈസ് അഡോപ്റ്റഡ് വെൻ ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് ആർ ടു ബി ട്രെയിൻഡ് വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. കുറഞ്ഞ സമയത്തിനുള്ളിൽ നിന്ന് ഒരുപാട് ട്രെയിനീസിനെ ട്രെയിൻ ചെയ്യാനാവുമ്പോഴാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. എ സ്പെഷ്യൽ ഏരിയ ഓർ റൂം ഈസ് സെറ്റ് അസൈഡ് ഫ്രം മെയിൻ പ്രൊഡക്ഷൻ ഏരിയ. നമ്മുടെ മെയിൻ പ്രൊഡക്ഷൻ ഏരിയയുടെ അടുത്ത് തന്നെ വലിയൊരു റൂം സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രെയിനിങ് നൽകുന്നതിനെയാണ് എന്ന് പറയുന്നത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്രൻറ്റീസ് ട്രെയിനിങ്, കാൻഡിഡേറ്റ്സ് ആർ സെലക്റ്റഡ് ആൻഡ് അപ്പോയിൻറ്റഡ് ആസ് ട്രെയിനീസ് ഓർ അപ്രൻറ്റീസ്. ദിസ് സെലക്റ്റഡ് പേഴ്സൺ വർക്ക് അണ്ടർ എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് ഹു ആർ ഗൈഡ് ഹെൽപ്പ്. അതായത് നമ്മൾ ട്രെയിനീസിനെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് സൂപ്പർവൈസേഴ്സിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കീഴിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് അപ്രൻറ്റീസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലാസ് റൂം ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിലുള്ള അണ്ടർ ദിസ് മെത്തഡ് ട്രെയിനിങ് ഈസ് പ്രൊവൈഡ് ഇൻ ഓർഗനൈസേഷൻ ക്ലാസ് റൂം ഓർ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെക്ചേഴ്സ്. അതായത് നമ്മുടെ കോളേജിലൊക്കെ ക്ലാസ് നടക്കാറുള്ളത് പോലെ തന്നെ നമ്മൾ നേരിട്ടുകൊണ്ട് ഒരു സമയം നമ്മൾ ഏത് ജോബാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുക എന്നുള്ളത്, നോളജ് മാത്രം നൽകുക എന്നുള്ളതാണ്. അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് രൂപത്തിലുള്ളതാണ് ലേണേഴ്സ് ട്രെയിനിങ് ഓർ ക്ലാസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ജോബിൽ സാലറി ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഇൻറ്റേൺഷിപ്പിന്, അതായത് നമ്മൾ ആ ഒരു പ്രാക്ടീസ് സെക്ഷന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നതിനാണ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ് ആൻഡ് ലേണിംഗ് ട്രെയിനിങ്. അതായത് ഇത് രണ്ടും ഓൺലൈൻ ബേസിസിലാണ് കൂടുതലായിട്ടും നടക്കുന്നത്. ട്രെയിനർ നമ്മുടെ മുന്നിലുണ്ടായിരിക്കണം എന്നില്ല. വലിയ ട്രെയിനേഴ്സ് നല്ല പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ അതേപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ഓർഗനൈസേഷനുള്ളിലുള്ള ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യേണ്ട എംപ്ലോയീസിന് അറ്റ് എ ടൈം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്ങും ലേൺ ട്രെയിനിങ്ങും നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ട്രെയിനിങ് എൻവയോൺമെൻറ്റ്. എന്താണ് ട്രെയിനിങ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. എ ട്രെയിനിങ് എൻവയോൺമെൻറ്റ് ഈസ് വർക്ക് പ്ലേസ് ഓർ എഡ്യൂക്കേഷണൽ സെറ്റിംഗ് ഡിസൈൻഡ് ടു അസിസ്റ്റ് individuals in gaining work-related skills or competencies. When a student or employee is placed in a training environment, they are provided with instructions and guidance towards learning how to perform a specific task. ട്രെയിനിങ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് പ്ലേസ് ഓർ എഡ്യൂക്കേഷണൽ സെറ്റിങ്സാണ്. എന്തിനു വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ടാസ്ക് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കിട്ടേണ്ട സ്കിൽസും നോളജും എല്ലാം നമ്മൾക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് ട്രെയിനിങ് എൻവയോൺമെൻറ്റ്. അതൊരു വർക്ക് പ്ലേസ് ആയിരിക്കാം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം, ഒരു ക്ലാസ് റൂം ആയിരിക്കാം. ഇതിനെല്ലാമാണ് ട്രെയിനിങ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഏരിയാസ് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാനേജ്മെൻറ്റ് ഷുഡ് ഡിസൈഡ് ദെയർ ഏരിയാസ് വേർ ദ ട്രെയിനിങ് ഈസ് ഗിവൺ ടു എംപ്ലോയീസ്, ദ വീക്ക്നെസ് ഓഫ് എംപ്ലോയീസ് റിലേറ്റഡ് വിത്ത് ദെയർ ജോബ്സ്. അതായത് നമ്മൾ ഏരിയാസ് ഓഫ് ട്രെയിനിങ് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഈ മാനേജ്മെൻറ്റാണ് ഏരിയാസ് ഓഫ് ട്രെയിനിങ് കൂടുതലായിട്ടും സെലക്ട് ചെയ്യേണ്ടത്. ഏത് മേഖലയിലാണ് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിന്
ട്രെയിനിങ് ആവശ്യമുള്ളത്, ഏത് മേഖലയിലാണ് അവർ വീക്ക്നെസ് ഉള്ളത്, എന്തുകൊണ്ടാണ് അവരുടെ ടാസ്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഏരിയാസ് ഓഫ് ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ പ്രൊഡക്ഷൻ ഏരിയയിലായിരിക്കാം, അല്ലെങ്കിൽ HR ഏരിയയിലായിരിക്കാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ കൊഴിഞ്ഞുപോക്ക് കൂടുതൽ എന്നുള്ളത് ചിലപ്പോൾ HR ഏരിയയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം കണ്ടെത്തിക്കൊണ്ട് ഏരിയാസ് ഓഫ് ട്രെയിനിങ് സെറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഈസ് ട്രെയിനിങ് ഇവാലുവേഷൻ. ട്രെയിനിങ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ നീഡ് അസസ്മെൻറ്റ് ചെയ്തതിന് ശേഷം, അതായത് ട്രെയിനിങ് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ട്രെയിനിങ് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്ത് അതിനുശേഷം അതിനെ ഡിസൈൻ ചെയ്ത് നമ്മൾ ട്രെയിനിങ് പ്രോസസ്സിലേക്ക് എത്തിയതിന് ശേഷം എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ലക്ഷ്യങ്ങൾ കൂടുതലായിട്ട് ട്രെയിനിങ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ടു അനലൈസ് ഇഫ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഓർ ഇനിഷ്യേറ്റീവ്സ് ആർ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ്. അത് എഫക്റ്റീവായിട്ടോ എഫിഷ്യൻ്റായിട്ടോ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് ഇവാലുവേഷൻ ചെയ്യുന്നത്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. ഹ്യൂമൻ റിസോഴ്സ് പ്രൊഫഷണൽസ് ആണ് കൂടുതലായിട്ട്, അതായത് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള HR എക്സിക്യൂട്ടീവ്സും അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലായിട്ടും ട്രെയിനിങ് എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ നമ്മുടെ ഓർഗനൈസേഷൻസിൻ്റെ ഗോൾസ് അച്ചീവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ട്രെയിനിങ് ഇവാലുവേഷനിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് ട്രെയിനിങ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, റിയാക്ഷൻ. ഒരു ഓർഗനൈസേഷൻ ഇവാലുവേറ്റ്സ് ദ റിയാക്ഷൻ ലെവൽ ഓഫ് ട്രെയിനീസ് ബൈ കണ്ടക്ടിങ് ഇൻ്റർവ്യൂസ് ഓർ by administering questionnaire. If the trainees is considered the training as worthwhile, then training can be considered as effective. അതായത് എംപ്ലോയീസിൻ്റെ റിയാക്ഷൻ അനുസരിച്ച് നമ്മുടെ ഒബ്ജക്റ്റീവ്സിനനുസൃതമായിട്ട് എംപ്ലോയീസ് മാറിയിട്ടുണ്ടോ, എംപ്ലോയീസിൻ്റെ വർക്കിൽ അവരുടെ എഫിഷ്യൻസി കൂടിയിട്ടുണ്ടോ, നമ്മുടെ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങളിലൊക്കെ നമ്മൾ അവരുടെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അഡ്മിനിസ്ട്രിങ് ചെയ്യുമ്പോഴൊക്കെ, അല്ലെങ്കിൽ അവരെ ക്വസ്റ്റ്യനെയറിലൂടെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു പോസിറ്റീവ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ പോയിന്റിലേക്കും അവർ എത്തിയിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ഇസ് ലേണിംഗ്. Learning level can be assessed by measuring how well trainees have learned ideas, theories. നമ്മുടെ ട്രെയിനിങ് സെക്ഷനിലുണ്ടായിരുന്ന ഐഡിയകളും നമ്മുടെ തിയറീസും എല്ലാം എങ്ങനെയെല്ലാം നമ്മുടെ ട്രെയിനീസ് അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ പഠിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ട്രെയിനിങ് എഫക്റ്റീവ് ആണോ അല്ലേ എന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് ഇസ് ബിഹേവിയർ. ജോബ് ബിഹേവിയറും അതേപോലെ തന്നെ മാനേഴ്സും, ഒരു ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്യേണ്ട മാനേഴ്സിലെല്ലാം നമ്മുടെ എംപ്ലോയീസിൽ മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് ഈസ് റിസൾട്ട്. എഫക്റ്റീവ് ട്രെയിനിങ് ഇവാലുവേറ്റഡ് ബൈ മെഷറിങ് ദ എഫക്റ്റ് ഓഫ് ട്രെയിനിങ് അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. നമ്മൾ ഇപ്പോൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇതെല്ലാം പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ പറ്റിയോ എന്നുള്ളത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ് എഫക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് ട്രെയിനിങ്, എങ്ങനെയെല്ലാം ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് പഠിച്ചു, പ്രോസസ് ഓഫ് ട്രെയിനിങ് പഠിച്ചു, ഇനി ലാസ്റ്റ് പഠിച്ചത് ഇവാലുവേഷൻ എന്നുള്ള ട്രെയിനിങ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. താങ്ക് യു.